ഈ സാത്താൻ സമ്മേളനത്തിൽ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് 2014 നമ്മുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കാനും 2015 വിശ്വാസികളെ എതിരെയുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. തുടർന്നുള്ള പരിപാടിയുടെ അവതരണത്തിന് വേണ്ടി ജനറൽ സൂപ്പർവൈസറെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ കുട്ടിസാത്താന്മാർക്കും വന്ദനം. നമ്മുടെ തലവൻ പറഞ്ഞ പ്രകാരം 2014 പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ആദ്യമായി നമ്മുടെ ശുക്രൻ തന്റെ പ്രവർത്തന റിപ്പോർട്ട് ഇപ്പോൾ അവതരിപ്പിക്കുന്നതാണ്. എല്ലാ കൂട്ടു സാത്താന്മാർക്കും എൻ്റെ നമസ്കാരം. 2014 എൻ്റെ പ്രവർത്തനം വൻപിച്ച വിജയമായി. ഭാര്യ ഭർത്തൃബന്ധത്തിനിടയിൽ സൗന്ദര്യപ്പിണക്കം കൊണ്ടിട്ട് 10 ക്രിസ്തീയ കുടുംബങ്ങളെ ഞാൻ തകർത്തു. അവർ ഇപ്പോൾ എൻ്റെ എരിവുള്ള അനുയായികളാണ്. അപ്പോൾ തന്നെ അതതു സഭകളിലെ സജീവ വിശ്വാസികളുമാണ്. അനേകം വിശ്വാസികളെ ഞാൻ മുൻകോപികളാക്കി. അവർ ഇപ്പോൾ സഭയിലും വീട്ടിലും ഒരുപോലെ പിറുപിറുപ്പുള്ളവരാണ്. ആയിരക്കണക്കിന് വിശ്വാസികൾ വെറുതെ കള്ളം പറയാൻ തുടങ്ങിയത് 2014 എൻ്റെ തകർപ്പൻ വിജയമായി. വെറുതെ ഒന്ന് പ്രശംസിച്ചപ്പോൾ എൻ്റെ അനുയായികളായി തീർന്നത് 10,000 സഹോദരന്മാരാണ്. 16 സഭകളിൽ കുത്തി പറയുന്ന സാക്ഷ്യം അതിവിജയകരമായി ആവിഷ്കരിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. 10 സഭകളിലെ ഐക്യത തല്ലിക്കെടുത്തിയപ്പോൾ ഓരോ സഭയും 5 കഷണങ്ങളായി മാറി. സഭകളെ തകർക്കുന്നതിൽ ജനറൽ ബോഡി സഹായിച്ചത് ചില്ലറയൊന്നുമല്ല. സൺഡേ സ്കൂളും യൂത്ത് മീറ്റിംഗും നിർത്തൽ ചെയ്യാൻ ചില സഭകളെടുത്ത തീരുമാനം എനിക്ക് നൽകിയ വലിയ സന്തോഷമാണ്. ഞാൻ അനേകം സഭകളിൽ കടന്നുപോയി. അവിടുത്തെ വിശ്വാസികളെ ഉറക്കുന്നതാണ് എൻ്റെ പ്രധാന പണി. എങ്ങനെ ഉറങ്ങുമെന്നല്ലേ ചോദിക്കുന്നത്? കേട്ടുകൊള്ളുക. എൻ്റെ ഞൊണ്ടിക്കാൽ എടുത്ത് അവരുടെ തോളിലിട്ടതിന് ശേഷം അവരുടെ തലമുടിയിൽ ഒരു കൈ കൊണ്ട് പിടിച്ച് മെല്ലെ മെല്ലെ ഞാനിങ്ങനെ താലോടാൻ തുടങ്ങും. ആ താലോടിൻ്റെ സുഖത്തിൽ അവർ നന്നായി ഉറങ്ങും. അതിനാൽ അവർക്ക് വചനം കേൾക്കാൻ കഴിയില്ല. അതിനുശേഷം അവരുടെ മനസ്സിൽ ഞാൻ പറയും, ഈ പാസ്റ്ററിന് ഒരു ഉണർവുമില്ല, അതിനാൽ ഞങ്ങൾ ഉറങ്ങുന്നു. ഇയ്യോബിനെ പോലെ പല വിശുദ്ധന്മാർക്കും കഷ്ടതകൾ കടത്തി വിട്ടിട്ടും അതിലൊന്നും തളരാതെ യേശുവേ യേശുവേ എന്ന് മാത്രം പറഞ്ഞ് എന്നെ എതിർത്തു നിൽക്കുന്ന ഭക്തന്മാരും വിശുദ്ധന്മാരും ഇവിടെ ഉണ്ട്. അവരെ ഏതു വിധത്തിലാണ് 2015 തകർക്കുവാൻ പറ്റുക എന്നും അതിനുവേണ്ടി എന്തും ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ റിപ്പോർട്ട് ഇവിടെ ഞാൻ സമർപ്പിക്കുന്നു. ഈ നല്ല റിപ്പോർട്ട് അവതരിപ്പിച്ച
ശുക്രന് നമുക്കെല്ലാം ചേർന്നൊരു കൈയ്യടി കൊടുക്കാം. അടുത്തതായി യുറേനിയോസിനെ തന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. തലൈവർക്ക്, എൻ്റെ സൂപ്പർവൈസ് സാത്താനും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചോരയിൽ കുതിർന്ന കൈകൾ കൊണ്ട് അഭിവാദ്യം, അഭിവാദ്യം, അഭിവാദ്യം. 2014 എനിക്ക് വൻ വിജയമായിരുന്നു. എൻ്റെ പ്രവർത്തന മേഖലയിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് മൊബൈൽ ഫോൺ. പ്രാർത്ഥനാ നിരതരായ നിരവധി സഹോദരന്മാരുടെ സമയം യേശുവിനായി ഞാൻ മാറ്റിവെച്ചു. സ്ഥാനമോഹികൾക്ക് ഞാൻ അവസരം വാരി വിതറിയപ്പോൾ പ്രതീക്ഷിക്കാത്തവർ പോലും എന്റെ പൂണിയിലായി. അർഹതയില്ലാത്തവർക്ക് പലർക്കും കൈവയ്പ് കിട്ടിയപ്പോൾ എന്റെ പണി എളുപ്പമായി. യൗവനക്കാരുടെ ഇടയിൽ എനിക്കിപ്പോൾ അധികം സ്വാധീനം ചെലുത്തേണ്ട കാര്യമില്ല. ഫേസ്ബുക്കും ഇന്റർനെറ്റും ഞാൻ അവരുടെ ഉറ്റ മിത്രങ്ങളാക്കി മാറ്റി. അങ്ങനെ ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ്. എത്ര ദൂത് കേട്ടാലും അത് ഏറ്റെടുക്കാതെ ഒരു കൂട്ടം അനുയായികൾ എൻ്റെ മേഖലയിലെ എല്ലാ സഭകളിലും എനിക്കുണ്ട്. എല്ലാവരും ആരാധിക്കുമ്പോൾ വായും പൂട്ടി മസിൽ പിടിച്ചിരിക്കുന്ന എൻ്റെ അനുയായികളെ നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. അവരോടൊപ്പം എനിക്ക് സഭകളിൽ ആരാധനയ്ക്കിരിക്കുന്നത് പ്രത്യേക ഒരു സംതൃപ്തി തന്നെയാണ്. മഹാവിസ്ഫോടനം, ഭൂമിയുടെ ഉൽപ്പത്തി എന്ന് മാർപ്പാപ്പയെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. സ്വവർഗ വിവാഹം, ഇങ്ങനെയുള്ള ദുർനടപ്പ് മാർപ്പാപ്പയെ കൊണ്ട് പറയിപ്പിക്കുവാനും കഴിഞ്ഞതിൽ അനേകം ക്രിസ്ത്യാനികൾക്ക് സന്തോഷമായി മാറി. ഈ രീതിയിലുള്ള ദുർനടപ്പുകൾ ഇനിയും ഇവരിൽ കൂടെ കടത്തിവിടും എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. എത്ര പ്രവർത്തിച്ചാലും ഒരു വിധത്തിലും തെറ്റിപ്പോകാത്ത ഒരു കൂട്ടം ജനം ദൈവത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇവരെയും 2015 തകർക്കുവാൻ പരിശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു. ഈ നല്ല റിപ്പോർട്ട് അവതരിപ്പിച്ച യുറേനിയോസിന് ഉത്സാഹത്തോടുകൂടെ നമുക്ക് കൈയ്യടി കൊടുക്കാം. അടുത്തതായി റിപ്പോർട്ട് അവതരിപ്പിക്കുവാൻ നിക്കോളാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ കൂട്ടു സാത്താന്മാർക്കും എൻ്റെ കൂപ്പുകൈ. 2014 എനിക്ക് വിജയത്തിൻ്റെ വർഷമായിരുന്നു. ദശാംശത്തിലും സ്തോത്ര കാഴ്ചയിലും തഴച്ചു വളർന്ന നിരവധി സഭകളിൽ ഞാൻ അതിനെ ശുഷ്കിപ്പിച്ചു. വരുമാനം കൂടിയെങ്കിലും 2014 1000 വിശ്വാസികൾക്ക് അവരുടെ ദശാംശം വെട്ടിക്കുറയ്ക്കുവാൻ എനിക്ക് കഴിഞ്ഞു. കഴിഞ്ഞ ഒരു വർഷം ഒരു ചില്ലിക്കാശ് പോലും ദശാംശം കൊടുക്കാത്തവരെ ഞാൻ ധരണിയിൽ സ്മരിക്കുന്നു. പലരുടെയും വരുമാനം വർദ്ധിച്ചത് ആദ്യം എനിക്ക് വെല്ലുവിളിയായെങ്കിലും പിന്നത്തേതിൽ അവരെല്ലാം എൻ്റെ പിന്നാലെ വന്നു. ആരും മാനസാന്തരപ്പെടാത്ത ചില കൺവെൻഷനുകളിൽ കഴിഞ്ഞ വർഷം ഞാൻ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് സന്ദർശനം നടത്തിയത്. എൻ്റെ ആൾക്കാർ നടത്തിയ വലിയ ക്രൂസൈഡുകൾ എനിക്ക് വലിയ പ്രശംസയായി. നിരവധി വർഷങ്ങളായി ഞാൻ പുറത്തിരുന്ന് ആരാധന കണ്ടുകൊണ്ടിരുന്ന പല സഭകളിലും കഴിഞ്ഞ 2014 എനിക്ക് സ്ഥിരം ഇരിപ്പിടം അകത്തു ലഭിക്കുവാൻ ഇടയായി. ഞാൻ വളരെ ബുദ്ധിമുട്ടി കേന്ദ്ര സർക്കാരിൽ സ്വാധീനം ചെലുത്തി പൊതുനിരത്തിലെ പരസ്യയോഗം എന്ന വലിയൊരു വെല്ലുവിളി നിർത്തലാക്കുവാൻ ഇടയായത് നമുക്ക് ശാശ്വത പരിഹാരം ലഭിക്കാൻ സഹായിച്ചു.
പല സഭാ നേതാക്കന്മാർക്കും ഞാൻ റവറൻഡും ഡോക്ടറേറ്റും സ്ഥാനം കൊടുത്തതിനാൽ കഴിഞ്ഞ 2014 ഈ കൂട്ടം എന്നോട് കാണിക്കുന്ന നന്ദി എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. പുതിയ സഭകൾ ഒന്നും തുടങ്ങാൻ കഴിയാഞ്ഞതിൽ 2014 എൻ്റെ മേഖലയിലെ ഏറെ മികച്ച നേട്ടമാണ്. പല സഭകളും എന്നെ അങ്ങോട്ട് വിളിച്ചു ആദരിച്ചു. എനിക്ക് വേണ്ടി അവർ ഗാനമേള പോലെയുള്ള പരിപാടികളും നടത്തി. അവരുടെ ആരാധനകളിൽ 40% ആളുകളെ ഞാൻ കാണാറുള്ളൂ. എന്നാൽ എന്നെ സന്തോഷിപ്പിക്കാൻ നടത്തിയ ഗാനമേളകളിൽ അവരുടെ മുഴുവൻ ആൾക്കാരെയും ഞാൻ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. വലിയ വേദികളിൽ അവർ പരസ്പരം പുകഴ്ത്തിയപ്പോൾ എൻ്റെ നാമം അവിടെ ഉയർന്നുയർന്നു പോകുകയായിരുന്നു. സംഘടനകളുടെ പദവികളിലെത്തുവാൻ പരസ്പരം മത്സരിച്ചപ്പോൾ എൻ്റെ സ്വാധീനം അവിടെ പടർന്നു പന്തലിച്ചു. കൂടാതെ 2014 സഭകളിലെ തിരഞ്ഞെടുപ്പുകളിൽ ഒരു പ്രത്യേകത സംഘങ്ങൾ ഞാൻ അവിടെ ഏർപ്പെടുത്തി കൊടുത്തു. ഈ പറഞ്ഞ വിജയത്തിൻ്റെ ഓരോ പട്ടിക നിരത്തിയപ്പോഴും കഴിഞ്ഞ വർഷത്തെ ഒരു പരാജയം ഞാൻ സമ്മതിക്കുന്നു. എൻ്റെ അടവുകൾ പലതും പയറ്റിയിട്ടും ചില സഭകളിൽ എനിക്ക് എത്തി നോക്കുവാൻ പോലും കഴിഞ്ഞില്ല. എന്നെ വിരട്ടി ഓടിച്ച ആ സഭകളാണ് അടുത്ത 2015 എൻ്റെ ലക്ഷ്യമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ ഈ റിപ്പോർട്ട് വിനയപൂർവ്വം ഇവിടെ സമർപ്പിക്കുന്നു. നമസ്തേ. ഈ നല്ല റിപ്പോർട്ട് അവതരിപ്പിച്ച നിക്കോളാസിന് എല്ലാവരും ആത്മസന്തോഷത്തോടുകൂടി കൈ കൊടുക്കാം. അടുത്തതായി നമ്മുടെ ചോക്ലിൻ തന്റെ റിപ്പോർട്ട് ഇപ്പോൾ അവതരിപ്പിക്കുന്ന എല്ലാ സാത്താൻ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. 2014 എനിക്കൊരു വിജയത്തിൻ്റെ വർഷം തന്നെ എന്ന് പറയാം. വിശ്വാസികൾക്കിടയിൽ ആഭരണത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും നിയന്ത്രണം കുറഞ്ഞതോടെ എനിക്ക് പണി വളരെ എളുപ്പമായി. എൻ്റെ മേഖലയിലെ എല്ലാ സഭകളിലും കാസറ്റ് കച്ചവടക്കാരെ കയറ്റിവിട്ടു. അങ്ങനെ ആലയങ്ങൾ കച്ചവട കമ്പോളങ്ങളാക്കി മാറ്റുവാൻ എനിക്ക് വേണ്ടി ഇപ്പോൾ ചില സ്ത്രീകളുടെ ചുരിദാറിന്റെ അളവ് ഞാനാണ് നിശ്ചയിക്കുന്നത്. രാവിലെ ചായയില്ലെങ്കിൽ സാധിക്കാത്തതുപോലെ ജീൻസ് പാന്റും ടീഷർട്ടും ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന രീതിയിൽ ഞാൻ ആക്കി തീർത്തു. ഇസബേലിനെ പോലെ ഒരു കൂട്ടർ എനിക്ക് എല്ലായിടത്തുമുണ്ട്. ഇതിനു വേണ്ടി എല്ലാ സ്ഥലത്തും ബ്യൂട്ടി പാർലർ തുറന്നു കൊടുത്തിരിക്കുന്നു. ചുംബന സമരമെന്ന് വിളിച്ചത് കേരളത്തിൽ 2014 ഞാൻ തുടങ്ങി വെച്ചു. അനേകം വിശ്വാസികൾ അനാഥശാലകൾ തുടങ്ങിയതോടെ അവർ എൻ്റെ സ്വന്തം ആൾക്കാരായി. 2014 തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സങ്കടമേ എനിക്കുള്ളൂ. 365 ദിവസവും എന്റെ കൂടെ പല സംഘടനാ ഭാരവാഹികളും നന്ദികാട് കാണിച്ചു. 365 ദിവസവും എന്റെ കൂടെ തോളിൽ കൈയിട്ട് നടക്കുന്നവർ വേദികളിൽ കയറുമ്പോൾ മാത്രം "ധോ സാത്താനെ, ധോ സാത്താനെ" എന്ന് ശാസിച്ച് എന്നെ വേദനിപ്പിച്ചു. എങ്കിലും വേദികളിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അവർ എന്നെ നെഞ്ചോട് ചേർത്തപ്പോൾ ഞാൻ കൃതാർത്ഥനായി. പല സംഘടനകളും ലക്ഷങ്ങളാണ് എനിക്ക് വേണ്ടി പൊട്ടിച്ചത്.
ചിരിച്ചാത്മാവിനെ വരുത്തുന്ന ചിലരെ ഞാൻ എനിക്കായി ഒരുക്കിയിട്ടുണ്ട്. കർച്ചീഫ് എറിഞ്ഞ് വിടുതൽ നടത്തുന്ന ചിലരെയും ഞാൻ എൻ്റെ മേഖലയിൽ ഇറക്കിയിട്ടുണ്ട്. ഊതി തള്ളിയിടുന്ന ഒരു പുതിയ തന്ത്രവും ഞാൻ എൻ്റെ മേഖലയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. സുഗതന്റെ കെട്ടുപൊട്ടിക്കാനും ചിലർ എൻ്റെ കൂടെ ഉണ്ട്. ഇവരെല്ലാം എൻ്റെ ആത്മാവിലാണ് ഈ പ്രവർത്തികൾ ചെയ്യുന്നത്. എങ്കിലും യേശുവിന്റെ പേര് പറയും. യേശുവിന്റെ പേരില്ലെങ്കിൽ പലരും ഈ കൂട്ടത്തിൽ വരികയില്ല. അതിനാൽ ഞാനെടുത്ത പുതിയ തന്ത്രമാണിത്. ഇങ്ങനെയുള്ള പ്രവർത്തനത്തിൽ എനിക്ക് വളരെ ജനസാന്നിധ്യമുണ്ട്. പുതിയ വർഷത്തിൽ ഇനിയും ചിലരെ കൂടെ ഞാൻ ഇങ്ങനെയുള്ള മേഖലകളിൽ ഒരുക്കുന്നുണ്ട്. 2014 വിജയമായിരുന്നു എന്ന് ഞാൻ ഉറപ്പിക്കുമ്പോഴും ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു. ഭക്തരും വിശുദ്ധരുമായ ഒരു കൂട്ടം വിശ്വാസികളുടെ മുമ്പിൽ എൻ്റെ അടവുകളൊന്നും ഫലിച്ചില്ല. എങ്കിലും എൻ്റെ പരിശ്രമങ്ങൾ ഞാൻ ഇനിയും പുതുവർഷം തുടരുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ റിപ്പോർട്ട് അധ്യക്ഷ സമക്ഷം ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. ജയ് സാത്താൻ. ഈ അതിഗംഭീരമായ റിപ്പോർട്ട് അവതരിപ്പിച്ച ചോക്ലിന് നമുക്ക് എല്ലാവർക്കും കൂടെ കൈയ്യടി കൊടുക്കാം. അടുത്തതായി നമ്മുടെ ന്യൂ ജനറേഷൻ സാത്താന്മാർക്ക് അവരുടെ റിപ്പോർട്ട് അവതരിപ്പിക്കാം. തലൈവരും സൂപ്പർവൈസർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വന്ദനം. സൂപ്പർവൈസർ, താങ്കൾ ഞങ്ങൾ തന്ന ഏരിയ വലിയ വിഷമമുള്ളതായിരുന്നു. അതിനാൽ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പെന്തക്കോസ്ത് ചർച്ചിൽ പോകുവാൻ ആഗ്രഹിച്ചു പോകുമ്പോൾ അവർ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പോസ്തോനെ എന്നും അതിനേക്കാൾ വരി യേശുവിൻ രക്തം ചെയ്യുമെന്നും പറയുമ്പോൾ ഞങ്ങൾക്ക് സഭയുടെ അയൽപക്കത്തു കൂടെ പോകുവാൻ കഴിയാത്തതിനാൽ ഞങ്ങൾ നാമധേയ ക്രിസ്ത്യാനികളുടെ ചർച്ചിൽ പോയിരുന്നിട്ട് വരികയാണ് പതിവ്. ഈ റിപ്പോർട്ട് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇവർ കറക്റ്റായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. ഇവർക്ക് ശിക്ഷ കൊടുക്കണം. അടുത്തതായി നിങ്ങൾക്ക് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അവതരിപ്പിക്കാം. നമുക്ക് കള്ളം പറയാം, അപ്പോൾ നമുക്ക് കുത്തു കിട്ടൂല. തലൈവനും മറ്റു കൂട്ടുസാത്താന്മാർക്കും എൻ്റെ അഭിനന്ദനം. സൂപ്പർവൈസറെ, ഒന്നും പറയണ്ട. പെന്തക്കോസ്തുകാരെ കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന കഷ്ടത ചെറുതല്ല. എനിക്ക് ആരാധന ഇല്ലാത്ത സമയത്തിൽ പോലും ചർച്ചിൽ കയറുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവിക സാന്നിധ്യമാണ് ചർച്ചുകളിൽ. ഞാൻ ഒരു ദിവസം ചർച്ചിൽ പോയി പതിയെ ഒരു മൂലയ്ക്കിരുന്നു. അപ്പോൾ ദൈവദാസൻ യേശുവിന്റെ നാമത്തിൽ പോ സാത്താനെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തെറിച്ചു വീണ് എൻ്റെ മൂക്കും കൈയും പൊട്ടിപ്പോയി. ഈ റിപ്പോർട്ടുകളൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അടുത്ത വർഷം നല്ല രീതിക്ക് പ്രവർത്തിക്കണം. അടുത്തതായി നമ്മുടെ 2015 പ്രവർത്തന തന്ത്രം നമ്മുടെ തലൈവൻ ഇപ്പോൾ അവതരിപ്പിക്കുന്നതാണ്. നമ്മുടെ 2015 പ്രവർത്തന രീതി എല്ലാ ക്രിസ്തീയ സംഘടന വിഭാഗത്തിൽപ്പെട്ട നേതാക്കളുടെയും ഉള്ളിൽ ദൈവവചനത്തെ വിരുദ്ധമായി ദുരുപയോഗത്തെ കടത്തിവിട്ട് ശരിയെന്ന് പറയിക്കണം. അങ്ങനെ അവരുടെ മനസ്സിനെ മാറ്റാനുള്ള തന്ത്രങ്ങളാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ തലവൻ പറഞ്ഞ പ്രകാരം 2015 നമ്മുടെ പ്രവർത്തന തന്ത്രം ക്രിസ്തീയ സംഘടനാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ നേതാക്കളുടെ ഉള്ളിലും ദൈവവചനത്തിന് വിരുദ്ധമായ ദുരുപദേശം നടത്തിവിടണം. അതിനുവേണ്ടി എല്ലാവർക്കും പ്രതിജ്ഞ ചെയ്ത് കടന്നുപോകാം. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതുപോലെ ശത്രുവായ സാത്താന്റെ ഒരു പുതിയ തന്ത്രമാണ് ദുരുപദേശം ദൈവജനത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത്.